Once again, welcome to my video blog, Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. കാരണം ഇത്രയും ഇൻ ദ വേൾഡ് ഓഫ് ടെക്നോളജിയിലെ ഏറ്റവും നല്ലൊരു ടെക്നോളജിയാണ് എയർടെൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതെന്താണ് ഏതാ പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിലൊരു കാര്യം ആദ്യമേ പറയാം, ഞാൻ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. പിന്നെ ഈ റെഡ് ടീഷർട്ട് കണ്ടിട്ട് ഞാൻ എയർടെലിന്റെ സ്റ്റാഫും അല്ല കേട്ടോ. അത് ആദ്യമേ പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. നമ്മുടെ പ്രോസ് ആൻഡ് കോൺസ് പറയും. കഴിഞ്ഞ ദിവസം VI കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ എയർടെലിന്റെ നല്ലൊരു അടിപൊളി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് പറയാം. നമുക്കറിയാം, ഇന്നിപ്പോ ഓരോരുത്തരും പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡിവൈസ് ഹാക്ക് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ പേത്തെ പൈസ അടിച്ച് മാറ്റുക, ഫ്രോഡ് ലിങ്ക് അറിയാണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് പോവുക. ഈ അടുത്ത് മലപ്പുറത്ത് ഒരു ലേഡി ആത്മഹത്യ വരെ ഈ ഓൺലൈൻ സ്കാമിന്റെ ബേസിലാന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എയർടെൽ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് എടുത്തിട്ടുള്ളത്. എയർടെൽ കണക്ഷൻ എടുത്തുള്ളത് വൈഫൈ ആവട്ടെ, എയർ 5G ആവട്ടെ, എയർ ഫൈബർ ആവട്ടെ, ഫൈബർ കണക്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് കണക്ഷൻ ആവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എയർടെൽ സിം ആവട്ടെ, അതിൽ നിന്ന് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ബ്രൗസ് ചെയ്യണ നേരത്ത് സപ്പോസ് ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾക്ക് മോദി ഒരു 5 ലക്ഷം രൂപ തരാണ്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ലിങ്ക് ഇത് 10 പേർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഹാക്കിംഗ് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോയിട്ട് ഫ്രോഡ് ഡിറ്റക്ഷനിലേക്ക് പോയി അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ ഹാക്ക് ആവില്ല. അതേപോലെ തന്നെ ടെലിഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് 50,000, കഴിഞ്ഞ ദിവസം കേട്ട വീഡിയോ, 50,000 ഇട്ട് കഴിഞ്ഞാൽ 5 ലക്ഷം ആക്കാം, നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഫ്രോഡ് ഡിറ്റക്ഷനിലേക്കാണ് പോവുക. എന്നിട്ടും അത് അല്ലാണ്ട് വേറെ നെറ്റ്വർക്ക് വഴിക്ക് ചെയ്യാൻ വെച്ചാൽ അവരെ പൈസ പോകണം തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനത്തെ സർവീസ് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മൊബൈൽ എടുത്ത് ഒരു കോൾ ചെയ്താൽ തന്നെ അറിയാം ഓൺലൈൻ ഫ്രോഡ് അങ്ങനത്തെ ഉള്ള മെസ്സേജ് വോയിസ് തന്നെ നമ്മൾ കേൾക്കുന്നത്. എമർജൻസി ഒരു കോൾ ചെയ്യുമ്പോൾ പോലും എന്നിട്ടും ആൾക്കാർ തട്ടിപ്പ് എന്നെ വിളിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ. കാരണം എന്താ വെച്ചാൽ എന്റെ നമ്പർ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ടോപ്പിൽ ലിസ്റ്റഡിലാണ് യൂട്യൂബിന്റെ ഫോർ ദ താങ്ക് ഗോഡ്. അതേപോലെ തന്നെ എന്റെ ചാനലിൽ 8,000 ഫോളോവേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതൊരു സന്തോഷ വാർത്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. 1 മില്യൺ അടിച്ചില്ലെങ്കിലും നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനത്തെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുക. പിന്നെ നമ്മളൊരു സെക്യൂർ സൈബർ പറഞ്ഞ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിൽ പെടുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ചെറിയൊരു പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. ചെറിയൊരു പേയ്മെന്റ് ആണ് വാങ്ങുന്നത്. കാരണം എന്താ വെച്ചാൽ അതിന് നമുക്ക് നല്ല എഫേർട്ട് ഉണ്ട്. എന്നിട്ട് ഒരു 100-ൽ 80% ആൾക്കാർക്കും ഞാൻ ആ പൈസ തിരിച്ച് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ എയർടെലിന്റെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഞാൻ കാണുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിപ്പോ അവയർ ആകുമ്പോൾ നേരെ എന്ത് ചെയ്യും, ആ ലിങ്ക് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എയർടെൽ കണക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കൂടുതൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ലിങ്ക്സിലേക്ക് കയറുമ്പോൾ ആ ലിങ്കിന്റെ ഡൊമൈൻ അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നല്ല കാര്യമാണ് എയർടെൽ ചെയ്യുന്നത്. ഇനി ഒരു സംശയം പലർക്കും ഉണ്ടാവും, ഞാൻ എയർടെൽ സിം എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കിത് പറ്റിപ്പോയി എന്ന് പറയരുത്. കാരണം എയർടെൽ സിം എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ രാജേട്ടന്റെ വൈഫൈ എടുത്തിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. കാരണം എന്താ, അയാളുടെ ഡാറ്റയല്ലേ പോണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കണം. നമ്മൾ മലയാളികളാണ്. അപ്പം എന്ത് ചെയ്യും, മലയാളികളെ കൂടുതലായിട്ട് പറഞ്ഞില്ല, കുറച്ച് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഒരു ഇതായിട്ട് പറഞ്ഞത്, ഇനി മലയാളികൾ പറഞ്ഞുകൊണ്ട് എന്നെ പൊങ്കാലയിലായിരുന്നു കമന്റില്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഒരു ഷോപ്പിന്റെ വൈഫൈ പോയി, പക്ഷെ ഫോൺ സിം എയർടെലാണ്. പക്ഷെ ആ വൈഫൈ ചിലപ്പം ഏഷ്യാനെറ്റിന്റെയോ ജിയോന്റെയോ BSNL ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടില്ല. നിങ്ങൾ എയർടെൽ നെറ്റ് യൂസ് ചെയ്തിട്ട് അവരെ സെർവർ ത്രൂ ആണ് നിങ്ങൾ നെറ്റ് ബ്രൗസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ സസ്പീഷ്യസ് അതേപോലെ ഹാക്കിംഗ് അതേപോലെ വൈറസ് ലിങ്കുകൾ ഒരു 99.9% അപ്പോഴും 1% ഉണ്ടാവില്ല. ഒരു കീടാണോ ഉണ്ടാവില്ല. അത് അവര് പറയാൻ പറ്റില്ല. അത് പുതിയ കോഡ് എന്തോ ആണെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പൊ അത് അവര് ബ്ലോക്ക് ചെയ്യും. ഇത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പം ഏറ്റവും നല്ലൊരു ഇനീഷ്യേറ്റീവാണ് എയർടെൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാക്കി ISPസും കൂടെ കൊണ്ടുവരണം എന്നുള്ള പ്രതീക്ഷയോടെ ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതൊരു വാൽകൃഷ്ണൻ പറഞ്ഞതാണ്. പിന്നെ ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യാനില്ല. പക്ഷെ ഈ ഒരു ഫെസിലിറ്റി 100% ഫ്രീ ആയിട്ടാണ് ഇപ്പൊ എയർടെൽ തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എയർടെല്ലിലേക്ക് മാറാം.
ഇത് പ്രൊമോഷൻ അല്ല, ഒന്നും കൂടെ എടുത്ത് വരുന്നു, പെയ്ഡ് പ്രൊമോഷൻ അല്ല, പ്രൊമോഷനും അല്ല. ബാക്കി നെറ്റ്വർക്സിന്റെ ആൾക്കാരൊന്നും എന്നെ ഒന്നും പറയരുത്, കാരണം എയർടെൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളൂ. അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ ഗുഡ് ബൈ.